എനിക്കൊരു കോമ്പറ്റീഷൻ ആവും നീ ഓ എന്റെ സാധനം അതിനകത്ത് ഇടാം. ഓക്കെ ഫസ്റ്റ് കൊലാബറേഷൻ ആൻഡ് വീഡിയോ സെറ്റ് ഓക്കെ. അവധിയാണ്. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ കുറെ പഠിക്കാനും ജസ്വിൻ ബൈക്ക് നാളെ ഫ്ലാറ്റിന്റെ എക്സാം ഉണ്ട്. പൈസരാജു ചുമ്മാ ഫ്രീ ആയിട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്കിൽഫുൾ ആയിട്ട് പഠിക്കണം. അനന്തുഭായ് ഭയങ്കര എന്തായിരുന്നു പൈത്തനും ജാങ്കോയും ഡോട്ട് നെറ്റും നോഡ് ജേസും എല്ലാം പഠിക്കണ്ട. ഒരുമിച്ച് കുത്തിരുന്നാണ് അബിയില് ഓരോരുത്തര്. അവനവിടെ ജസ്റ്റ് ഹാക്കറിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് ഞാനിപ്പോൾ SQL പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ വ്ളോഗിൽ നമ്മൾ ആ ഒരു ദിവസം ഹോസ്റ്റലിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയണം. ട്രാവലിംഗ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മൾ രണ്ടുപേരും വ്ളോഗ് നീന്റെ ഓക്കെ. അതാണ് നമ്മുടെ കൊളാബറേഷൻ. സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. Tomorrow 10 minutes from now onwards. Okay. Tomorrow Sonny is going to speak in English the whole day. And let's see how he will speak in English. Right now? We are trying to improve his English, and me, Payasraju and Adarsh are going to speak in English for tomorrow. But in this vlog, I am not going to bore you with English. I am going to speak in Malayalam because my Malayalam vlog is better than my English vlog. And yeah, my vlogs in English. That's a very bad grammar, you know. Okay. You guys want a Swiggy? Because there are late night offers in Swiggy, and it is 12 o'clock, and we are trying to go for a walk near with a big stomach. as there is a booster chai kada. Okay, Booster so chai kada is a very good idea. We will have tea and just walk around the highway. That's a good plan. Swiggy. What boy food you do? എവിടെ മോമോസ് കട? വിച്ച് ഈസ് ദ കട? കമോൺ ആദർശ്. നിനക്ക് നീയല്ല പുറത്തു പോകാൻ പ്ലാനിട്ട്. ഞങ്ങൾക്ക് എന്താ എനിക്ക് കാപ്പി മതി. ഓക്കെ, നമുക്ക് കാണാം ഗൈസ്. സമയം 12:30. നമ്മളിപ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. കാക്കനാടാണ് സ്ഥലം. ന്യൂഡ്സ് ഒന്നും വേണ്ട, ന്യൂഡ്സ് വേണ്ട. അപ്പോൾ നമ്മളവിടെ പോകുന്നു. അതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ മെയിൻ പരിപാടി. രാത്രി 1 മണി 2 മണിക്ക് ചുമ്മാ കറങ്ങി നടക്കലാണ് ഞങ്ങളുടെ പരിപാടി. മൊത്തം പഠിക്കുക, കറങ്ങി നടക്കുക, കഴിക്കുക, അത് ലോ കോസ്റ്റ് കഴിക്കുക. നമ്മൾ ഉറക്കി വെച്ചിട്ട് നമ്മളെല്ലാവരും പോയി കറങ്ങിയിട്ട് വരാം. ബിക്കോസ് വണ്ടിയിൽ അങ്ങോട്ട് ട്രിപ്പിൾസ് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവനെ ചവിട്ടുന്നു. ജസ്വിൻ ഭായ് ഈ വ്ളോഗ് കാണുവാണെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കണം. പക്ഷെ അവന് നാളെ എക്സാം ഉണ്ട്, അതുകൊണ്ട് കടന്നോട്ടേന്ന് ഓർത്തിട്ടാ. ഓക്കെ, പോവുകയാണ്. പെട്രോളിൽ പോലും ഇല്ല ഇതിനകത്ത്. എങ്ങനെയൊക്കെ നമ്മൾ പോകുന്നു. രാത്രി ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ ഉന്തി വണ്ടി പുറത്തേക്ക് എടുക്കണേ. ഓക്കെ, പോയിട്ട് കാണാം. ഹായ് ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു. എവിടെയോ എത്തിയിരിക്കുന്നു. ഇതാണ് ചില്ലാക്സ്. അല്ല, ഇതല്ല ചില്ലാക്സ്. നമ്മളിങ്ങനെ സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സ്പോട്ട് തപ്പി ഗൈസ്, നമ്മുടെ മറ്റേ ചില്ലാക്സ് പരിപാടി ബോറായിരിക്കുകയാണ്. ബിക്കോസ് കട അടിച്ചേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ് വൈക്കലയിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഞങ്ങളുടെ അവിടെ എത്തിയിട്ട് വിളിക്കാം. നമ്മൾ എത്തിയിരിക്കുന്നു. ഡിസ്ട്രിക്ട് 7 എന്നാണ് കടയുടെ പേര്. തലതിരിച്ചായിരിക്കട്ടോ കാണണേ. എന്തായാലും ഇതാണ് സ്ഥലം. ഇച്ചിരി ഹൈപ്പോഷ് ഏരിയ എന്ന് പറഞ്ഞ ആദർശ് ഭായിയുടെ സെലക്ഷനാണ്. ഇപ്പോൾ രാത്രി 1 മണി 1:15. ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഇപ്പോൾ ഹോസ്റ്റലിൽ വരിക, രാത്രി മൊത്തം കറങ്ങി നടക്കുക, ക്ലാസ്സിൽ പോയി കിടന്ന് ഉറങ്ങുക. അതാണ് എല്ലാ ദിവസവും എൻ്റെ അവസ്ഥ. ഇവന്മാരെന്താ നടക്കാൻ ഇറങ്ങുകയാണോ? ഓക്കെ, ഇപ്പം നാളത്തെ വ്ളോഗ് മിക്കവാറും 10 മണിക്കായിരിക്കും തുടങ്ങുള്ളൂ. 10-11 മണിയാകുമ്പോൾ എഴുന്നേക്കുള്ളൂ ആയിരിക്കും. അപ്പോൾ കാണാം. അതെ, മേളിലൊരു കട തപ്പിപ്പോയതാണ് ഞങ്ങൾ. ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, ഇവിടെ ഫ്രണ്ടിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടോ? ഇല്ല, ഫ്രണ്ടിൽ ഫ്ലാഷ് ലൈറ്റ് ഇല്ല. ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോണൊന്നും എടുക്കട്ടെ.
Dude, this is too much. അതെ. It's like, you know, so suffocating. ആ. It's hard. I cannot bear this. പൈസരാജ് നമ്മുടെ അവൻ്റെ ക്യൂ സ്പൈഡറിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബിക്കോസ് അവൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അടുത്തുള്ള ആൾക്കാർ അടുത്ത സമയത്തേനും കാണാനില്ല, എല്ലാവരും ജോലി കിട്ടി പോവുക. അപ്പോൾ അവന് ആ ഒരു ഓടിപ്പോയി. അല്ല, മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അപ്പോൾ നാളത്തെ വ്ളോഗിൽ മിക്കവാറും പഠിക്കണായിരിക്കും കാണുന്നത്. നമുക്ക് നോക്കിയിരിക്കാം. മെനു ഓക്കെ. ഭയങ്കര 100 രൂപയുടെ താഴെ സാധനമൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ കുടിക്കാൻ പോകാതെ ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ ചിക്കിങ്ങിൽ വന്നിരിക്കുകയാണ്. ചിക്കിങ്ങിൽ സാധനം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആദർശിൽ വരും. ഇപ്പോൾ സമയം 2:15. ഞങ്ങളിപ്പോൾ ചെക്കിങ്ങിൽ വന്നിരിക്കുകയാണ്. ചെക്കിങ്ങിൽ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. എൻ്റെ ഫോണിൻ്റെ ചാർജ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് ചാർജ് പോകണമെന്ന് അറിയുമ്പോഴുള്ള സ്നാപ്പിലായാലും അല്ലെങ്കിൽ മറ്റേ പണ്ട് എങ്ങനെയായാലും വീഡിയോ സെറ്റാക്കി തരാം. ഓക്കെ, ആദർശ് വേണ്ടി ബാക്കിയുള്ളവരുണ്ട്. ടാറ്റ അടിച്ചു. സാധനം വന്നു. ഞങ്ങൾ ഹാപ്പിയാണ്. ഫുൾ ഹാപ്പി. വണ്ടിയുടെ പോസ് ചെയ്തത് തിരിച്ചെത്തിയിരിക്കുന്നു. സമയം 3 മണിയായി. മഴയായിരുന്നു. അപ്പോൾ മഴയിൽ നമ്മൾ തിരിച്ചെത്തി. എല്ലാവരും നടന്നു വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും തിരിച്ചെത്തി. ഓക്കെ, ഇനി നാളെ രാവിലെ 2 മണിക്ക് അല്ല 12 മണിക്ക് കാണാം. ശരി എന്നാൽ, ഗുഡ് നൈറ്റ്. മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം 9 മണി. 9 മണിക്ക് നമ്മുടെ ഫുഡ് 8:40 നമ്മൾ ഫുഡ് വരേണ്ടതാണ്. അവർ വിളിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് താഴെ പോയി നോക്കിയിട്ട് വരാം. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സാധനം. ബാക്കിയുള്ളവർ ഉറങ്ങിക്കൊണ്ടിരിക്കുക, ജസ്റ്റും പഠിച്ചുകൊണ്ടിരിക്കുക. പറ്റില്ലേ? ഓക്കെ, ഫുഡ് നോക്കിയിട്ട് ഇന്ന് മെനുവിൽ ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ പോയി എടുത്തുകൊണ്ട് വരാം നമുക്ക്. ഫുഡ് വന്നു. യെസ്, ദോശയും ചമ്മന്തി. ഫുൾ പഠിത്തം. പൈസരാജ് ഗുഡ് മോർണിംഗ്. ആദ്യം കാണിച്ചേക്കാം. സമയം ഇപ്പോൾ 9:10. ഓക്കെ, ഒഫീഷ്യലി വൃത്തികൾ മേൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. വർക്ക് ദോശ സെറ്റ്. നാളത്തെ വ്ളോഗിൽ മിക്കവാറും പഠിക്കണായിരിക്കും കാണുന്നത്. നമുക്ക് നോക്കിയിരിക്കാം. നമ്മൾ ബൂസ്റ്റ് ചായ കുടിക്കാൻ പോവാണ്. ടീ ബ്രേക്ക് വിത്ത് പൈസരാജ് കാരണം അവധി ആയതുകൊണ്ട് ഫുൾ ടൈം മഴയാണ്. മൂവാറ്റുപുഴ പോലെയല്ല. മഴയ്ക്ക് അവധി കൊടുത്താൽ ശരിക്കും മഴ പെയ്യും. ഇവിടെ ഈ കൊടയ്ക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. മഴയ്ക്ക് അവധി കൊടുത്ത മഴ പെയ്യില്ല. അല്ല, അവിടെ മഴയ്ക്ക് അവധി കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ആ ദിവസം മഴ പെയ്യില്ല. ബൂസ്റ്റ് ചെരുപ്പ് പിടിക്കാൻ പോവാ. പൈസരാജുവിന് മറ്റേ ഷൂ മാത്രമേ ഉള്ളൂ. അവൻ ചെറിച്ചായതുകൊണ്ടേ. അപ്പോൾ ഈ എറണാകുളത്ത് മഴയത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ഒരു ചെരുപ്പ് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ചെരുപ്പുകളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ വഴി കൂടെ പോകണം. ഈ കട ലോ കോസ്റ്റ് ചെരുപ്പ് കിട്ടും നമുക്ക്. ഓക്കെ, ചെരുപ്പ് വേണം. നിന്റെ ചെരുപ്പുകളോ? അവിടെ കുറേ ചെരുപ്പുകളുണ്ട്. പൈസരാജൊരു സിഗ്നേച്ചർ സ്റ്റൈലിൽ ചെരുപ്പുകളുണ്ട്. ഇവിടെ ഒരു വെള്ള ചെരുപ്പുണ്ടായിരുന്നല്ലോ. ഓക്കെ, തീരുമാനിക്കുക, എന്നിട്ട് നമുക്ക് കാണാം. പുതിയ ചെരുപ്പ്.
റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. സാധനം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഷൂ ഉണ്ട്. നോ റിഗ്രറ്റ്, കം ഓൺ ഗൈസ്. സംഭവമുണ്ട് അതിനകത്ത് സെറ്റപ്പാണ്. ലൈക്ക് അകത്ത് ഫ്ലൈറ്റ് പോലെ ഉണ്ടാക്കി വെച്ചേക്കണേ കണ്ടോ. സെറ്റ് സ്ഥലം, ഫ്ലൈറ്റിൻ്റെ ക്യാബിൻ പോലെ. ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓ ക്ലിയർ ആണോ? സിരാജു പോകുന്നു. ഞാനിപ്പോൾ ഒരു ചുമ്മാരാഗ്രഹം, താടി ഒന്ന് പഠിച്ചാലോ. അപ്പോൾ താടി പഠിച്ചാലോ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന സ്ഥിതിക്ക് സുനിബായി എൻ്റെ താടി ഒന്ന് ഷേപ്പ് ചെയ്ത് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടന്റായിട്ട് കണ്ടോണ്ടിരിക്കാം, വേറെ വഴിയില്ല. അങ്ങനെ നമ്മുടെ ടോപ്പ് വ്യൂ. അവിടെ രാത്രി എന്താ പറയുക ലൈറ്റൊക്കെ കത്തും, 3D സ്ക്രീനൊക്കെ ഉണ്ട് അവിടെ. സുനിബായി എങ്ങോട്ട് നോക്കിയിരിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ തുണി അടക്കുന്ന സ്ഥലം. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ. യെസ്, യാ ഇതിൻ്റെ സ്റ്റൈൽ. ഓക്കെ, ഇതാണ് നമ്മുടെ അനന്ത് ചെയ്ത സ്റ്റൈല്. നിതിൻ സാറെ പോലെ, നിതിൻ സാറെ പോലെ ഉണ്ട്. എന്ത് ഓക്കെ, ഗോട്ടി അത് മൈക്കലിലാണ്. ഇതെന്ത് പഠിക്കില്ല, ഇത് പഠിച്ചേക്കണേ എവിടെ നിന്നൊക്കെ തൊട്ടാക്കി പോയതല്ലേ. ഓക്കെ ഓക്കെ പോലീസ് പോലെ ലുക്ക്, മിലിറ്ററി ഗ്രേഡ്. നമുക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ പ്ലേസസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് പഠിക്കാനുണ്ട്. എനിക്കും ആദർശനും സുനിക്കും പയസിനും എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. ഗ്ലോ ചെയ്യുമല്ലേ? ഓ പിന്നെ ഒന്ന് പൊക്കി പറഞ്ഞപ്പോ അങ്ങ് ജസ്സിനെ വിളിക്കാൻ വന്നതായിരുന്നു. ജസ്സിനെ വിളിക്കാൻ വന്നിട്ട് നമ്മൾ കാർത്തികിൻ്റെ ബൂട്ടും ഷൂ എന്നാണ്ട് എടുത്തുകൊണ്ട് വന്നത് നമ്മൾ വണ്ടിക്കകത്ത് മറന്നുപോയി. എൻ്റെ വണ്ടി നമ്മൾ 8:15 എത്തി, 8:10 വണ്ടി പോയി. അപ്പോൾ ഞങ്ങൾ പോസ്റ്റായിട്ടിരിക്കുകയായിരുന്നു. പത്തിരിക്കട വന്നേക്കുവാണ്. ബിക്കോസ് ഇവിടുന്ന് ഈ അടുത്ത് അങ്ങോട്ട് പോയ ജോനബയുടെ ഹോസ്റ്റലാണ്. ജോനബ ഏരിയയൊക്കെ താമസിക്കണേ. അവിടെ ആമോദിനി കഫേ കണ്ടില്ലേ, അവിടെ 50 രൂപയ്ക്ക് ബീഫും ബോളും കിട്ടും. ഞങ്ങളുടെ റൂം ഇവിടുന്ന് അകത്തേക്ക് ഒരു വഴി പോകണം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തൊക്കെ തന്നെ, ഒരു 800 മീറ്റർ ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ ഹോസ്റ്റലും അവരുടെ ഹോസ്റ്റലും. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ജസ്റ്റിൻ ഭായി അവിടെ പത്തിരി മേടിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും സുനിയും ആദർശും ഫുഡ് പറഞ്ഞേക്കുക. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും. അതാണ് ഞാൻ രാവിലെ കാണിച്ചു തന്നെ. ഈ ജസ്റ്റിൻ ഭായി ഇത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അവനൊരു കമ്പനിയിൽ നിന്ന് കിട്ടും, വലിയ കമ്പനി ആയതുകൊണ്ട് ഇത്. അപ്പോൾ രാവിലെ പീനട്ട് ബട്ടറും ഉച്ചയ്ക്ക് ചോറും വൈകിട്ട് ചായയും കിട്ടും. അപ്പോൾ അവന് രാത്രിയിലത്തെ ഫുഡ് മതി. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് പാഴ്സൽ മേടിക്കും. പൈസ നാളെ തൊട്ട് നമ്മുടെ ഇവിടെ പാഴ്സലായിരിക്കും. അപ്പോൾ വീട്ടിൽ പോയി കാണാം. ബൈ ബൈ. സ്റ്റഫ്സ് മേടിച്ചിട്ട് നമ്മൾ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്തല്ല നമ്മൾ ഇന്നലെ തുടങ്ങിയത്. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭരാത്രി. വേറെ കണ്ടൻറ്റ് വരുമ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.